പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ 3 അലോട്ട്മെൻറ്റുകൾക്ക് ശേഷം ഒഴിവ് വന്നിട്ടുള്ള സീറ്റുകൾ നികത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് 1 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തു. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുള്ള ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങൾ ലിങ്ക് പരിശോധിക്കുമ്പോൾ നിങ്ങളുടെ സ്റ്റുഡൻസ് ലോഗിന് ഓപ്പൺ ചെയ്ത് വരും. അതിൽ ക്യാപ് ഐ ഡിയും നിങ്ങളുടെ സെക്യൂരിറ്റി പിന്നും കൊടുത്താലാണ് അത് ഓപ്പൺ ചെയ്ത് വരിക. അതിൽ ലോഗിൻ ചെയ്ത് വന്നു കഴിഞ്ഞാൽ അതിൽ അലോട്ട്മെൻറ്റ് എന്ന് കാണാം. അതിൽ നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. അവിടെ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് നോക്കാവുന്നതാണ്. അവിടെ അലോട്ട്മെൻറ്റ് കിട്ടിയത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എന്നാണ് കാണുന്നതെങ്കിൽ അത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രകാരം കിട്ടിയത് തന്നെയാണ് ഇപ്പോൾ കിട്ടിയത്. സെക്കൻഡ് അലോട്ട്മെൻറ്റ് എന്ന് കാണുകയാണെങ്കിൽ അത് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയത് തന്നെയാണ് ഇപ്പോൾ കിട്ടിയത് എന്നാണ്. തേർഡ് അലോട്ട്മെൻറ്റ് കാണുകയാണെങ്കിൽ തേർഡ് അലോട്ട്മെൻറ്റ് കിട്ടിയത് തന്നെയാണ് ഇപ്പോഴും കിട്ടിയത്. ഇനി ചിലപ്പോൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് 1 എന്നായിരിക്കും, അല്ലെങ്കിൽ ഫോർത്ത് അലോട്ട്മെൻറ്റ് എന്നായിരിക്കും അവിടെ ഉള്ളതെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് 1 കിട്ടി എന്നതാണ്. ഇത് എയ്ഡഡ് കോളേജിലെ എയ്ഡഡ് കോഴ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയ്ഡഡ് കോളേജിലെ ചില കോഴ്സുകൾ സെൽഫ് ഫിനാൻസിങ് കോഴ്സാണ്. അതുപോലെ തന്നെ ഗവൺമെൻറ് കോളേജിലെ എല്ലാ കോഴ്സുകളിലേക്കുമുള്ള എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് കോളേജിലെ എല്ലാ കോഴ്സുകളും എയ്ഡഡ് കോഴ്സാണ്. ആ എയ്ഡഡ് പ്രോഗ്രാമുകളിലേക്കുള്ള അലോട്ട്മെൻറ്റാണ് ഇത് വന്നത്. ഇനി സെൽഫ് ഫിനാൻസിങ് പ്രോഗ്രാമിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് ഈ വരുന്ന 30-ാം തീയതി പബ്ലിഷ് ചെയ്യും. എന്നിട്ടായിരിക്കും അതിലേക്കുള്ള അഡ്മിഷൻ. ആ സമയത്ത് അത് കൃത്യമായിട്ട് പറഞ്ഞ് തരുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ അലോട്ട്മെൻറ്റിൽ പുതിയൊരു കോളേജ് ലഭിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞതിൽ തേർഡ് അലോട്ട്മെൻറ്റിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രകാരം ലഭിച്ചൊരു സ്ഥലത്താണ് നിങ്ങൾ അഡ്മിഷൻ എടുത്തതെങ്കിൽ നിങ്ങൾക്ക് ഇതിലൊരു പുതിയൊരു കോളേജ് ലഭിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് മാറൽ നിർബന്ധമാണ്. എന്നാൽ നിങ്ങൾ കമ്മ്യൂണിറ്റി കോട്ടയിലോ മാനേജ്മെൻറ്റ് കോട്ടയിലോ സ്പോർട്സ് കോട്ടയിലോ ആണ് അഡ്മിഷൻ മുമ്പ് നേടിയതെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് കയറൽ നിർബന്ധം ഇല്ല. അലോട്ട്മെൻറ്റ് പ്രകാരമാണെങ്കിൽ പുതിയ സ്ഥലത്തേക്ക് മാറൽ നിർബന്ധമാണ്. ഇനി അതിൻ്റെ കൂടെ തന്നെ മനസ്സിലാക്കി വെക്കേണ്ട മറ്റൊരു വസ്തുത, ഇതിന് മാൻഡേറ്ററി ഫീ അടക്കാനുള്ള സമയമുണ്ട്. മാൻഡേറ്ററി ഫീ എന്ന് പറയുമ്പോൾ ഇതുവരെ ഒരു തവണ പോലും മാൻഡേറ്ററി ഫീ അടക്കാത്തവർ അടച്ചാൽ മതി. 31-ാം തീയതിയാണ് വൈകുന്നേരം 5 മണിക്ക് മുമ്പ് മാൻഡേറ്ററി ഫീ അടക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അഡ്മിഷൻ പെർമനൻ്റ് ആണ് എടുക്കേണ്ടത്. പെർമനൻ്റ് അഡ്മിഷൻ എടുക്കേണ്ടത് 31-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് മുമ്പാണ്. അതുപോലെ തന്നെ വേണ്ടവർക്ക് ഹയർ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. അത് 31-ാം തീയതിയാണ്. അപ്പോൾ അതിനു മുമ്പ് അഡ്മിഷനും മറ്റു കാര്യങ്ങളൊക്കെ തീർത്ത് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും തീർത്ത് എല്ലാം റെഡി ആയിട്ടിരിക്കുക. ഓക്കെ, താങ്ക് യു.